ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് LSGD AE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇയർ നടന്ന LSGD AE എക്സാമിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്, തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലുള്ള തിയറി ക്വസ്റ്റ്യനും തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആകെ 10 ചോദ്യങ്ങളായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നത്. അതിൽ നിന്നുമുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം അല്ലെ, ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം, ഇപ്പൊ ഫസ്റ്റ് ചോദ്യമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണാനായിട്ട് പറ്റുന്നത്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ലാഗ് ഡിസ്റ്റൻസ് റിക്വയർഡ് ഇൻ മീറ്റർ to stop a vehicle moving at a design speed of 60 km/h and the reaction time of driver is 2.5 seconds. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ലാഗ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ലാഗ് ഡിസ്റ്റൻസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? ഡ്രൈവറുടെ റിയാക്ഷൻ ടൈം എന്ന് പറയും, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടുത്തെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവറുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 2.5 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാല് ആ ഒബ്സ്ട്രക്ഷനെ ഇടിക്കാതെ എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് വണ്ടി നിർത്താനായിട്ട് സാധിക്കും, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വിളിച്ചത് അല്ലെ, SSD എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാ? ലാഗ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും ചേർന്നിട്ടുള്ളതാണ് ഒരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ലാഗ് ഡിസ്റ്റൻസ്? അപ്പൊ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു. ആ ഒബ്സ്ട്രക്ഷനെ കാണുമ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് പേടിക്കും അല്ലെ, എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ആലോചിക്കും. അത് ആലോചിച്ച് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ലാഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാറുള്ളത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ലാഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാറുള്ളത്? ലാഗ് ഡിസ്റ്റൻസ് is equal to 0.278 VT. ഇതാണ് നമ്മുടെ ലാഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.278, V എന്താണ്? 60 ആണ്. ടൈം എന്താണ്? 2.5 സെക്കൻഡ്സ് ആണ്. നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ ആയിട്ട് കിട്ടും? ഓപ്ഷൻ ഡി ആണ് കിട്ടുക. ദാറ്റ് ഈസ് 41.7 മീറ്റർ എന്നുള്ളത് ആൻസർ ആയി കിട്ടും. ലാഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ആദ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യവും ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ് തന്നിട്ടുള്ളത്. ഒരു പ്രോബ്ലം തന്നെയാണ്. എന്താണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലെ. എ റോഡ് ഹാസ് എ വിഡ്ത്ത് ഓഫ് 7 മീറ്റർ. ഒരു റോഡിന് 7 മീറ്റർ ആണ് വിഡ്ത്ത് ഉള്ളത്. ദെൻ എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 200 മീറ്റർ. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ വൈഡനിങ് റിക്വയർഡ് ഇൻ മീറ്റേഴ്സ് ഓൺ ദ കർവ്? അസ്യൂം ലോങ്സ്റ്റ് വീൽ ബേസ് ആസ് 6 മീറ്റർ. അപ്പൊ ഇവിടെ നമ്മളോട് മെക്കാനിക്കൽ വൈഡനിങ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എവിടെയാണ് നമ്മൾ മെക്കാനിക്കൽ വൈഡനിങ് പഠിക്കണേ? എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്ന ഭാഗത്താണ് അല്ലെ മെക്കാനിക്കൽ വൈഡനിങ് പഠിക്കുന്നത്. അതായത് നമ്മുടെ ഒരു വണ്ടി കർവ് തിരിയുന്ന സമയത്ത്, കേഴ്സ് തിരിയുമ്പോൾ എന്താ ഉണ്ടാവുക? അതിന്റെ
ഫ്രണ്ട് വീലാണ് റൊട്ടേറ്റ് ചെയ്യുക, ബാക്ക് വീൽ എപ്പോഴും റിജിഡ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനുകളിൽ നമ്മുടെ വണ്ടിക്ക് എന്ത് സംഭവിക്കാം, ഓഫ് ട്രാക്കിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ എപ്പോഴാണ് ഈ ഒരു എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്ന ഇത് ഒന്നും കൂടെ പറയാം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മെക്കാനിക്കൽ വൈഡനിങ് കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പൊ മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വൈഡനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ്. എപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് അല്ലെങ്കിൽ എക്സ്ട്രാ വിട്ട് റോഡിന് കൊടുക്കേണ്ടി വരിക, നമ്മുടെ റോഡിൽ ഒരു കർവ് തിരിയുമ്പോഴുള്ള ആ ഒരു ഹൊറിസോണ്ടൽ കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 300 മീറ്ററിൽ കുറവാകുന്ന സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യാറുണ്ട്, എക്സ്ട്രാ വൈഡനിങ് പ്രിഫർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എക്സ്ട്രാ വൈഡനിങ് നമ്മൾ കൊടുക്കുന്നത്, ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റോഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് റോഡിലൂടെ വണ്ടി തിരിച്ച് കർവ് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റോഡിന്റെ വിഡ്ത്ത് കൂട്ടിക്കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, എക്സ്ട്രാ വൈഡനിങ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു എക്സ്ട്രാ വൈഡനിങ് നമ്മൾ 2 രീതിയിൽ കൊടുക്കാറുണ്ട് അല്ലെ. മെക്കാനിക്കൽ വൈഡനിങ് ആയിട്ടും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ വൈഡനിങ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് മെക്കാനിക്കൽ വൈഡനിങ് എത്രയാണ് എന്നുള്ളതാണ്. മെക്കാനിക്കൽ വൈഡനിങ് WM ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NL²/2R ആണ്. NL²/2R ആണ്. ഇവിടെ ഓരോ ടേമും എന്താ, N എന്താണ്, നമ്പർ ഓഫ് ലെയിൻസ് ആണ് അല്ലെ. റോഡില് എത്ര ലെയിൻ ആണുള്ളത്. ദെൻ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ബേസിന്റെ ലെങ്ത് ഓഫ് വീൽ ബേസ്. ദെൻ R എന്താ, കർവിന്റെ റേഡിയസ് അല്ലെ, റേഡിയസ് ഓഫ് കർവ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, റോഡിന്റെ വിഡ്ത്ത് 7 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കർവിന്റെ റേഡിയസ് 200 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, വീൽ ബേസ് 6 മീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ N ആണല്ലേ, നമുക്ക് L മനസ്സിലായി, R മനസ്സിലായി. N ആണ് ഇനി അറിയണ്ടേ. N എന്താ പറഞ്ഞിട്ടുള്ളത്, റോഡിന്റെ വിഡ്ത്ത് 7 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് N മനസ്സിലാക്കി കൂടെ, എത്രയായിരിക്കും, 2 ആയിരിക്കും അല്ലെ. 2 ലൈൻ റോഡ് ആയിരിക്കും, 7 മീറ്റർ വിട്ട് വരുമ്പം. ഇനി എന്താ ചെയ്യേണ്ടത്, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് 2 × 6² ഡിവൈഡഡ് ബൈ 2 × എത്രയാണ് റേഡിയസ്, 200 എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.18 ആണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് എത്രയാണ്, 0.18. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദ ടെസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ഡക്റ്റിലിറ്റി ടെസ്റ്റ് ഓഫ് ബിറ്റുമെൻ. അപ്പൊ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽസിന്റെ ഡിഫറെന്റ് ടെസ്റ്റുകൾ പഠിക്കാറുണ്ട് അല്ലെ. അതിൽ ബിറ്റുമെന്റെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ഡക്റ്റിലിറ്റി ടെസ്റ്റ് ഓഫ് ബിറ്റുമെനിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡക്റ്റിലിറ്റി ടെസ്റ്റിൽ നമ്മൾ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ബിറ്റുമെന്റെ ടെസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ബിറ്റുമിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണേ അല്ലെ. അതായത് നമ്മുടെ ബിറ്റുമിൻ സ്ട്രെച്ച് ചെയ്യാണ്, നമ്മൾ ബ്രേക്ക് ചെയ്യാണ്ട് എത്രത്തോളം നമ്മുടെ ബിറ്റുമിൻ ഇലോങ്ങേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുക. ഈ ഒരു ഡക്റ്റിലിറ്റി ടെസ്റ്റിൽ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് ഏത് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാ, ബ്രിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഈ ഒരു
ടെസ്റ്റ്, ഡക്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ഇത് ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ബ്രിക്കറ്റ് മൗൾഡ് എടുക്കും. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ബ്രിക്കറ്റ് മൗൾഡ് ഉണ്ടാവുക. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബിറ്റുമിനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരെൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മറ്റേ എൻഡ് ബ്രിക്കറ്റ് മൗൾഡിന്റെ മറ്റേ എൻഡ് നമ്മളിങ്ങനെ വലിക്കും. അങ്ങനെ വലിച്ചിട്ട് അത് പൊട്ടാതെ എത്ര ലെങ്ത് വരെ ബിറ്റുമിൻ വലിയുന്നുണ്ട് എന്ന് നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ ബിറ്റുമിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു നോർമൽ റേഞ്ച് ആയിട്ട്, ബിറ്റുമിന്റെ ഡക്റ്റിലിറ്റിയുടെ നോർമൽ റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്ന വാല്യൂ 50 to 75 സെന്റിമീറ്റർ ആണ്. ഒരു ബിറ്റുമിന് നമ്മൾ പറയുന്ന ഡക്റ്റിലിറ്റിയുടെ വാല്യൂ 50 to 75 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ടെസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ടെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എയർപോർട്ട് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, if the mean of maximum daily temperature is 47.54 degrees Celsius and the mean of average daily temperature is 25.25 degrees Celsius for the hottest month of the year, what is the airport reference temperature? അപ്പോൾ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു റൺവേനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റൺവേ ലെങ്ത്തിന് കറക്ഷൻ കൊടുക്കുമ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ആ ഇക്വേഷൻ? TA പ്ലസ് TM മൈനസ് TA ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പൊ അതിൽ നമുക്കറിയാം TM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ, മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചറിനെയാണ് മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ ആണ് ആര്, TM എന്ന് പറയണേ. ഓക്കെ, ഇനി TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആവറേജ് ഓഫ് ഡെയിലി ടെമ്പറേച്ചർ ഇൻ ഹോട്ടസ്റ്റ് മന്ത്. ഡെയിലി ടെമ്പറേച്ചർ ഇൻ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ഇയർ. ഓക്കെ, അതാണ് ടിഎയും TM എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് TM-ഉം TA-യും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം എന്താണ് TA എന്ന് പറയുന്നത്? TA ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25.25 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ TM മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 47.54 ഡിഗ്രി സെൽഷ്യസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മുടെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? 25.25 പ്ലസ് 47.54 മൈനസ് 27.25 ഡിവൈഡഡ് ബൈ 3. ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 32.68 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ളത് റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കാർഡ് ഇൻ സെന്റിമീറ്റർ required for 5 degree meter gauge track if the maximum speed is permitted as v km/h.
ഒരു മീറ്റർ ഗേജ് ട്രാക്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വിലിബ്രിയം കാണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പൊ അറിയാം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്. കാണ്ട് സൂപ്പർ എലവേഷൻ അല്ലെ. നമ്മൾ റോഡിൽ കൊടുക്കുന്ന പോലെ തന്നെ റെയിൽസിലും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, സൂപ്പർ എലവേഷൻ എന്ന് പറയുന്നത് കൊടുക്കാറുണ്ട്. നമ്മുടെ പാസഞ്ചേഴ്സിന്റെ റൈഡിങ് കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണ്ട് എന്ന് പറയുന്നത് റെയിൽവേസിൽ കൊടുക്കാറുണ്ട്. എന്താ നമ്മൾ ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു ഇന്നർ റെയില് നമ്മൾ ഔട്ടർ റെയിലിനെ റൈസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, സൂപ്പർ എലവേഷൻ എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ എന്താണ്? ഇൻ റെയിൽവേയില് നമ്മുടെ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് E is equal to GV² by 127 R ആണ് അല്ലെ. 127 R ആണ്. അപ്പൊ ഇവിടെ G എന്ന് പറയുന്നത് ഗേജ് ലെങ്ത് ആണെന്ന് നമുക്കറിയാം, ഗേജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ പറയാം. അപ്പൊ ഇവിടെ G എന്ന് പറയുന്നത് ഗേജ് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഒരു മീറ്റർ ഗേജ് ട്രാക്ക് ആണെങ്കിൽ അവിടെ ഗേജ് ഡിസ്റ്റൻസ് എത്ര വരും, 1 മീറ്റർ ആണ് വരുന്നത്. 1 മീറ്റർ ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് V എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്? V ആയിട്ട് തന്നെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. V ആയിട്ട് തന്നെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പിന്നെ തന്നിട്ടുള്ളത് എത്രയാ തന്നിട്ടുള്ളത്, എത്ര ഡിഗ്രിയിലാണ് കർവ് ഉള്ളത് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് R എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയണം അല്ലെ. റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 1719 ഡിവൈഡഡ് ബൈ തീറ്റ. ഈ ഇക്വേഷൻ ആണ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 1719 ഡിവൈഡഡ് ബൈ 5 ഡിഗ്രി. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാ കിട്ടുക, 343.8 എന്ന് കിട്ടും. അപ്പൊ R എത്രയാന്ന് കിട്ടി, 343.8 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, G എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് അറിയാം, V തന്നെയാണ്. ദെൻ 127 ഇൻറ്റു 343.8 എന്ന് കിട്ടും. ദെൻ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം നമ്മളോട് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സെന്റിമീറ്ററിലുള്ള ഇക്വിലിബ്രിയം കാണ്ട് എത്രയാന്ന് പറയാനാണ്. അപ്പൊ നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടത് സെന്റിമീറ്ററിലാണ്. സോ V² ഡിവൈഡഡ് ബൈ 436.88 എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ലാസ്റ്റ് ഇയർ നടന്ന LSGD AE എക്സാമിന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ 5 ചോദ്യങ്ങൾ. അപ്പൊ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്